ഗുഡ് മോർണിംഗ്. സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ്. സ്പെക്ട്രോസ്കോപ്പി. സ്പെക്ട്രോസ്കോപ്പി എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രി അല്ലെങ്കിൽ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ എന്താണ് സ്പെക്ട്രോസ്കോപ്പിയുടെ റോള്, അതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഇതിനെക്കുറിച്ചെല്ലാമാണ് നമ്മൾ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എന്താണ് സ്പെക്ട്രോസ്കോപ്പി? Spectroscopy is the study of the interaction between electromagnetic radiation and matter. എന്ന് വെച്ചാൽ ഒരു മാറ്ററുമായിട്ട് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. മാറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ആവാം. അയോൺസ് ആവാം, ആറ്റം ആവാം, മോളിക്യൂൾസ് ആവാം, എനി സബ്സ്റ്റൻസ്. സോ ആ സബ്സ്റ്റൻസുമായിട്ട് അല്ലെങ്കിൽ ആ മാറ്ററുമായിട്ട് എങ്ങനെയാണ് ഒരു ലൈറ്റ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇന്ററാക്ട് ചെയ്യുന്നത്. അതായത് ഒരു മോളിക്യൂളിന്റെ സർഫസിൽ അല്ലെങ്കിൽ ഒരു മോളിക്യൂളിലോട്ട് ഒരു ലൈറ്റ് വന്ന് വീഴുകയാണെങ്കിൽ ആ മോളിക്യൂളിന് എന്തൊക്കെ സംഭവിക്കാം, ആ മോളിക്യൂൾ ആ ലൈറ്റുമായിട്ട് എങ്ങനെയൊക്കെ ഇന്ററാക്ട് ചെയ്യാം എന്നതാണ് നമ്മൾ സ്പെക്ട്രോസ്കോപ്പിൽ പഠിക്കുന്നത്. എന്തിനാണ് നമ്മൾ ഇത് പഠിക്കുന്നത്? എന്തിനാണ് നമ്മൾ സ്പെക്ട്രോസ്കോപ്പി പഠിക്കുന്നത്? ഒരു മോളിക്യൂളിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഒരു അയോണിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുക. നമുക്കറിയാം ആറ്റമായിക്കോട്ടെ മോളിക്യൂളായിട്ട് ഇതൊക്കെ നമുക്ക് ഇപ്പം ഇതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വല്ല മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ വല്ല ലെൻസ് യൂസ് ചെയ്തുകൊണ്ടോ നമുക്ക് പഠിക്കാൻ പറ്റുമോ? ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം നമുക്കറിയാം ഈ പറഞ്ഞ ആറ്റവും മോളിക്യൂളും എല്ലാം എന്താണ്? വളരെ സ്മോൾ എൻറ്റിറ്റിയാണ്. നമ്മൾ പലപ്പോഴും ആംസ്ട്രോങ്ങിൽ അല്ലെങ്കിൽ നാനോമീറ്റർ സ്കെയിലിൽ പറയുന്നത്തോളം അത്രയും ചെറിയ എൻറ്റിറ്റിയാണ് എന്ത് ഈ പറയുന്ന ആറ്റവും മോളിക്യൂളെല്ലാം. അപ്പോൾ ഇതിന് ഓർഡിനറി ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു മോളിക്യൂളിന്റെ സ്ട്രക്ചർ നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ പറയാൻ പറ്റില്ല. അവിടെയാണ് സ്പെക്ട്രോസ്കോപ്പിയുടെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമ്മൾ സ്പെക്ട്രോസ്കോപ്പിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഒരു മോളിക്യൂൾ ഉണ്ട് അല്ലെ, നമ്മൾ കുറച്ച് മോളിക്യൂൾ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആറ്റം അല്ലെങ്കിൽ മാറ്റർ. നമ്മൾ ഇതിലോട്ട് എന്ത് ചെയ്യുന്നു? ഒരു റേഡിയേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻസിഡന്റ് ചെയ്യിപ്പിക്കുന്നു അല്ലെ. ഒരു പെർട്ടിക്കുലർ എനർജിയുള്ള റേഡിയേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻസിഡന്റ് ചെയ്യിപ്പിക്കും. നമ്മൾ EMR ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, Hν എനർജിയുള്ള ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മോളിക്യൂളിന്റെ സർഫസിലോട്ട് നമ്മൾ ഇൻസിഡന്റ് ചെയ്യുന്നു. ഇൻസിഡന്റ് സമയത്ത് ഈ മോളിക്യൂൾ എന്ത് ചെയ്യാം? ഒന്നില്ലെങ്കിൽ ഈ റേഡിയേഷനെ അബ്സോർബ് ചെയ്യാം അല്ലെ, അവനെ അബ്സോർബ് ചെയ്തൂടെ? അല്ലെങ്കിലോ ഈ മോളിക്യൂൾ എന്ത് ചെയ്യാം? ഈ പറയുന്ന റേഡിയേഷനെ എമിറ്റ് ചെയ്ത് കളയാം. അബ്സോർബ് ചെയ്യാതെ എന്ത് ചെയ്യാം? എമിറ്റ് ചെയ്യാം. അല്ലെങ്കിലോ ഇവനെന്ത് സംഭവിക്കാം? ഈ മോളിക്യൂളിൽ തട്ടിയിട്ട് ഈ റേഡിയേഷൻ എന്ത് ചെയ്യാം? സ്കാറ്റർ ചെയ്ത് പോവാം. അവിടെ 3 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ അബ്സോർബ് ചെയ്യാം, അല്ലെങ്കിൽ എമിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്ത് പോകാം. അപ്പോൾ എത്രത്തോളം ആ മോളിക്യൂൾ അബ്സോർബ് ചെയ്യുന്നു ഈ റേഡിയേഷനെ, അല്ലെങ്കിൽ എത്രത്തോളം സ്കാറ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രത്തോളം അത് റിഫ്ലക്ട് ചെയ്യുന്നു, ഇതിനെല്ലാം ബേസ് ചെയ്യേണ്ടത് നമുക്ക് എന്ത് പറയാം? ഈ മോളിക്യൂളിന്റെ സ്ട്രക്ചർ നമുക്ക് പറയാൻ പറ്റും. ഈ ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഒരുപാട് മോളിക്യൂളിന്റെ സ്ട്രക്ചർ നമുക്ക് ഈ പറയുന്ന സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ആ മോളിക്യൂൾ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ആ മോളിക്യൂളിൻ്റെ അകത്ത് വല്ല ഡബിൾ ബോണ്ട് ഉണ്ടോ, വല്ല ട്രിപ്പിൾ ബോണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ വല്ല ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടോ, അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടോ, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ കീറ്റോ ഗ്രൂപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ വല്ല ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ അത് റിംഗ് സ്ട്രക്ചർ ആണോ, അതായത് ആരോമാറ്റിക് സ്ട്രക്ചർ ആണോ, അതിൻ്റെ അകത്ത് കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ട്, ഇങ്ങനെ ഒരു മോളിക്യൂൾസിന്റെ എല്ലാ കാര്യത്തിനെ കുറിച്ചും മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുക? സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ലാബിലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു നാച്ചുറൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുകയെന്ന് വിചാരിക്കുക. നാച്ചുറൽ പ്രോഡക്റ്റ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. ആ എക്സ്ട്രാക്ട് ചെയ്ത പ്രോഡക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെയാണോ എന്ന് നമുക്ക് അറിയണ്ടേ? അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്പെക്ട്രോസ്കോപ്പി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പല റിസർച്ച് മേഖലയിലും അതുപോലെ തന്നെ പല ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലെല്ലാം നമ്മൾ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ആക്ച്വലി നമ്മൾ ഡിസൈർ ചെയ്ത പ്രോഡക്റ്റ് തന്നെയാണോ എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ സ്പെക്ട്രോസ്കോപ്പി ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പം നമ്മൾ ചെറുതായിട്ടുള്ളൊരു ബേസിക് പ്രിൻസിപ്പിൾ നോക്കാം. എന്താണ് സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് മോളിക്യൂളിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക എന്നുള്ളത്. ഇവിടെ നോക്കുക, സ്പെക്ട്രത്തിൽ നിന്നാണ് സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്താൽ നമുക്കൊരു സ്പെക്ട്രം കിട്ടും. ആ സ്പെക്ട്രത്തിൽ നിന്നാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുക? ആ മോളിക്യൂളിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക. ഇവിടെ നോക്കുക, ഇവിടെ നമ്മളൊരു ലൈറ്റ് സോഴ്സ് ഉണ്ട്, നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഒരു സോഴ്സ് ഉണ്ട്. ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മോണോക്രോമാറ്റിലൂടെ പാസ് ചെയ്യും. എന്താ ഈ മോണോക്രോമാറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് വെച്ചാൽ ഒരു സിംഗിൾ റേഡിയേഷനില്ല, ഒരു സിംഗിൾ വേവ് ലെങ്ത് ഉള്ളതല്ല.
സിംഗിൾ ഫ്രീക്വൻസി ഉള്ളതല്ല, കുറേ വേവ് ലെങ്ത് ഉള്ള കുറേ എനർജി ഉള്ള റേഡിയേഷൻ ആണ് എന്ത്? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അത് നമ്മൾ അടുത്തത് പഠിക്കും. അപ്പോൾ ഈ കുറേ എനർജി നമുക്ക് എന്തില്ല, നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഒറ്റ എനർജി ഉള്ള നമുക്ക് റേഡിയേഷൻ മതി. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ ഒരു മോണോക്രോമാറ്റിലൂടെ നമ്മൾ പാസ് ചെയ്യും. പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? അവന് ആവശ്യമില്ലാത്ത എനർജീനെയൊക്കെ സ്ക്രീൻ ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും? ആവശ്യമുള്ള ഒറ്റ വേവ് ലെങ്ത് ഉള്ള ഒരു ഫ്രീക്വൻസി ഉള്ള ഒരു റേഡിയേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഈ റേഡിയേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കണ്ടുപിടിക്കേണ്ട മോളിക്യൂളിന്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കേണ്ട മോളിക്യൂളിലൂടെ നമ്മൾ പാസ് ചെയ്യും. ഇതാണ് നമ്മുടെ മോളിക്യൂൾ. നമ്മൾ ഈ ഒരു ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മോളിക്യൂൾ എടുത്തിട്ടുണ്ട്. ഈ മോളിക്യൂളിലൂടെ എന്ത് ചെയ്യുന്നു? ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പാസ് ചെയ്യുന്നു. പാസ് ചെയ്യുന്ന സമയത്ത് ഇവൻ എന്ത് ചെയ്യും? ഈ മോളിക്യൂൾസ് കുറച്ച് റേഡിയേഷനെ അബ്സോർബ് ചെയ്യും, അല്ലേ? കുറച്ച് റേഡിയേഷൻ അബ്സോർബ് ചെയ്തിട്ട് ബാക്കിയുള്ള റേഡിയേഷൻ അവൻ എന്ത് ചെയ്യും? എമിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ റേഡിയേഷൻ ഒരു ഇന്റൻസിറ്റി ഉണ്ട്, അല്ലേ? ഈ ഇന്റൻസിറ്റി ഉള്ള റേഡിയേഷൻ ആയിരിക്കില്ല പുറത്ത് വരുന്ന റേഡിയേഷൻ ഇന്റൻസിറ്റി. കാരണം ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സാമ്പിള്, നമ്മുടെ മോളിക്യൂൾ കുറച്ച് അബ്സോർബ് ചെയ്തില്ലേ? അപ്പോൾ ഇന്റൻസിറ്റി എന്ത് ചെയ്യും? പുറത്ത് വരുന്ന ഇന്റൻസിറ്റി കുറയും. ആ കുറയുന്ന ഇന്റൻസിറ്റി നമ്മൾ ആരെ യൂസ് ചെയ്ത്? ഡിറ്റക്ടർ യൂസ് ചെയ്ത് നമ്മൾ ഡിറ്റക്ട് ചെയ്യും. എത്രത്തോളം റേഡിയേഷൻ കുറഞ്ഞു എന്നുള്ള എന്ത് ചെയ്യും? ഡിറ്റക്ട് ചെയ്യും. ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കമ്പ്യൂട്ടറിലൂടെ നമ്മൾ കണക്ട് ചെയ്തിട്ട് ഒരു റെക്കോർഡർ യൂസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു പ്ലോട്ട് കിട്ടും. ഇതാണ് ആ പ്ലോട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഗ്രാഫ് കിട്ടും. ഈ ഗ്രാഫ് എന്ന് പറയുന്നത്, ഈ പ്ലോട്ട് എന്ന് പറയുന്നത് എന്താണ്? അബ്സോർപ്ഷൻസ് വേഴ്സസ് വേവ് ലെങ്ത് ആണ്. എന്ന് വെച്ചാൽ എത്രത്തോളം നമ്മുടെ മോളിക്യൂൾ അബ്സോർബ് ചെയ്തു വേഴ്സസ് നമ്മൾ കൊടുത്ത ലൈറ്റിന്റെ വേവ് ലെങ്ത്, അതായത് എനർജി. അപ്പോൾ അബ്സോർപ്ഷൻസ് വേഴ്സസ് വേവ് ലെങ്ത് നമ്മൾ ഒരു പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇതുപോലെ ഒരു ഗ്രാഫ് കിട്ടും, അല്ലെ? ഇതുപോലെ ഒരു പീക്ക് കിട്ടും. ഇവിടെ നോക്കുക, ഇവിടെ ഒരു പീക്ക് ഉണ്ട്, ഇവിടെ ഒരു പീക്ക് കിട്ടി, ഇവിടെ ഒരു പീക്ക് കിട്ടി. ഈ പീക്കൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ മോളിക്യൂളിന്റെ അകത്ത് കിടക്കുന്ന ചില ഗ്രൂപ്പിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ പീക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഈ പീക്കിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ മോളിക്യൂളിന്റെ അകത്ത് വല്ല ഡബിൾ ബോണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ അത് ആരോമാറ്റിക് ആണോ, റിംഗ് സ്ട്രക്ചേർഡ് ആണോ, അല്ലെങ്കിൽ വേറെ വല്ല ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടോ, അതായത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ അത് ഫിനോൾ ആണോ, അല്ലെങ്കിൽ കീറ്റോൺ ആണോ, ആൾഡിഹൈഡ് ആണോ, അല്ലെങ്കിൽ വേറെ വല്ല കാർബോക്സിലിക് ആസിഡ് ആണോ, ആസിഡ് ഗ്രൂപ്പ് ആണോ എന്നെല്ലാം നമുക്ക് എന്തിൽ നിന്ന് മനസ്സിലാക്കാം? ഈ കിട്ടുന്ന പ്ലോട്ടിൽ നിന്നിലെ ഈ പറയുന്ന പീക്കിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അതായത് എല്ലാ മോളിക്യൂളും ഒരേ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക? റേഡിയേഷനുമായിട്ട്, നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. ചില മോളിക്യൂൾ ചില റേഡിയേഷൻ അബ്സോർബ് ചെയ്യും, ചില മോളിക്യൂൾ ചില റേഡിയേഷൻ എന്ത് ചെയ്യും? എമിറ്റ് ചെയ്ത് കളയും, ചില മോളിക്യൂൾ റേഡിയേഷനെ സ്കാറ്റർ ചെയ്ത് കളയും. അപ്പോൾ എല്ലാ മോളിക്യൂളും ഒരേ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക? ഇന്ററാക്ട് ചെയ്യുക. ഓരോ മോളിക്യൂളും ആ മോളിക്യൂളിൻ്റെ അകത്തുള്ള സ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ രീതിയിലായിരിക്കും ഇന്ററാക്ട് ചെയ്യുക. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഒരു സ്പെക്ട്രം കിട്ടും. ആ സ്പെക്ട്രത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആ മോളിക്യൂളിന്റെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. സോ നമ്മൾ പറഞ്ഞു നിർത്തി, ഓരോ മോളിക്യൂളും ഓരോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് വേറെ വേറെ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക? ഇന്ററാക്ട് ചെയ്യുക. അപ്പം നമുക്ക് ആദ്യം എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഈസ് നത്തിങ് ബട്ട് എ റേഡിയന്റ് എനർജി. ഇറ്റ്സ് എ ഫോം ഓഫ് എനർജിയാണ്. അതായത് കുറേ വേവ് ലെങ്ത് ഉള്ള, കുറേ ഫ്രീക്വൻസി ഉള്ള, കുറേ എനർജി ലെവലുള്ള ഒരു ഇതാണ് ഒരു റേഡിയന്റ് എനർജിയാണ് എന്ത്? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഒരു സിംഗിൾ ഫ്രീക്വൻസി അല്ല, കുറേ ഫ്രീക്വൻസി ഉള്ളതാണ് എന്ത്? നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് പാസ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ നമുക്കൊരു മീഡിയം ആവശ്യമില്ല. അത് മീഡിയത്തിലൂടെയും പാസ് ചെയ്യും, അല്ല മീഡിയം ഇല്ലെങ്കിൽ വാക്വം ആണെങ്കിൽ വാക്വത്തിലൂടെയും ആർക്ക് പാസ് ചെയ്യാൻ പറ്റും? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ത് ചെയ്യാൻ പറ്റും? പാസ് ചെയ്യാൻ പറ്റും. Okay, it can propagate through vacuum or medium. And this electromagnetic radiation has both wave nature and particle nature. രണ്ട് നേച്ചർ ഉണ്ട്, അതായത് വേവ് ഉണ്ട്, നമ്മുടെ പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്. ആർക്ക്? നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഇവിടെ നോക്കാം. ഇതാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഒരു റെപ്രസെന്റേഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്തുണ്ട്? രണ്ട് ഫീൽഡ് ഉണ്ട്, രണ്ട് വെക്ടർ ഉണ്ട്. അതായത് ഒരു മാഗ്നറ്റിക് വെക്ടറും ഒരു ഇലക്ട്രിക് വെക്ടറും. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്, ഒരു ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്. ഇപ്പം നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് വിചാരിക്കുക, ട്രാവൽ ചെയ്യുന്നത് വിചാരിക്കുക. ഈ ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡും ആ ട്രാവൽ ചെയ്യുന്ന, ആ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, നോർമൽ ആയിരിക്കും, അല്ലെങ്കിൽ നോർമൽ ആയിരിക്കും. സോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പൊസസ് ബോത്ത് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. റൈറ്റ്, ഇനി എന്താണ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുള്ള ചില ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ,
ഇത് നമ്മൾ ഓൾറെഡി പ്ലസ് ടുവിൽ പഠിച്ചതാണ്. ദാറ്റ് ഈസ് ഫ്രീക്വൻസി, വേവ് ലെങ്ത്, ആംപ്ലിറ്റ്യൂഡ്. ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ഏതൊരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എടുത്താലും അതിലെന്തുണ്ടാവും, ഒരു ഫ്രീക്വൻസി ഉണ്ടാവും, ഒരു വേവ് ലെങ്ത് ഉണ്ടാവും, ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് വേവ്സ് പ്രൊഡ്യൂസ്ഡ് പെർ സെക്കൻഡ്. അതായത് ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ പാസ് ചെയ്യുന്നു. ഇവിടെ നോക്കാം. സോ ഇതാണ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഒരു സൈക്കിളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. 2 സൈക്കിൾ ഉണ്ട് ഇവിടെ. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ പാസ് ചെയ്യുന്നു അതാണ് എന്ത്, ആ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഫ്രീക്വൻസി എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ. ഇനി എന്താണ് വേവ് ലെങ്ത് എന്ന് വെച്ചാൽ, വേവ് ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സക്സസീവ് വേവ്സ്. 2 വേവ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുക, വേവ് ലെങ്ത് എന്ന് പറയുക. ദാറ്റ് ഈസ് ലാംഡ. ഇവിടെ നോക്കാം. സോ ദിസ് ഈസ് വേവ് ലെങ്ത്. അതായത് ഒന്നിൽ ഇതിന് നമ്മൾ ട്രപ്പ് എന്ന് പറയാം, ലോവർ പോർഷൻ, അതുപോലെ തന്നെ ഇതിന്റെ പീക്ക് പൊസിഷനെ നമ്മൾ ക്രസ്റ്റ് എന്ന് പറയാം. റൈറ്റ്. അപ്പൊ 2 ട്രപ്പ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ 2 ക്രസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ എന്ത് പറയാ, വേവ് ലെങ്ത്, ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ലാംഡ. ക്ലിയർ? ദെൻ ആംപ്ലിറ്റ്യൂഡ്. എന്താ ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഹൈറ്റ്. ഇറ്റ് സിംപ്ലി ദി ഹൈറ്റ് ഓഫ് എ വേവ്. അതാണ് എന്ത് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. വേവ് ലെങ്ത്തിനെ നമ്മൾ ലാംഡ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അത് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്തിലായിരിക്കും, മീറ്ററിലായിരിക്കും, അല്ലെങ്കിൽ നാനോ മീറ്ററിലായിരിക്കും നമ്മൾ എന്ത് മെഷർ ചെയ്യുക, വേവ് ലെങ്ത് മെഷർ ചെയ്യുന്നത്. അതുപോലെ ഫ്രീക്വൻസി നമ്മൾ മെഷർ ചെയ്യുന്നത് എന്തിലായിരിക്കും, ഹേർട്സിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഫ്രീക്വൻസി മെഷർ ചെയ്യുന്നത്. റൈറ്റ്. സോ ഹിയർ കംസ് അവർ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. സോ ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ടെക്നിക്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ എന്താണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വെച്ചാൽ, സോ ഇറ്റ് ഈസ് ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ്. അതായത് ഒരു ഇലക്ട്രോമാഗ്നറ്റിന്റെ പല ഫ്രീക്വൻസി റേഞ്ചാണ് നമ്മളെന്ത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം. സോ ഏറ്റവും ലെഫ്റ്റ് ആരുണ്ട്, നമ്മുടെ ഗാമ റേസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് എക്സ് റേസ്, then UV visible region, infrared radiation, microwave radiation, the last one radio waves or radio frequency. So ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും എനർജി കുറവായിരിക്കും. ഓക്കെ. ഗാമ റേസിനായിരിക്കും ഏറ്റവും കൂടുതൽ എനർജി, റേഡിയോ വേവ്സിനായിരിക്കും ഏറ്റവും കുറവ് എനർജി. സോ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ദ എനർജി ഡിക്രീസസ്. അല്ലെങ്കിൽ മറ്റൊരത്തിൽ എങ്ങനെ പറയാം, ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് എനർജി ഇൻക്രീസസ്. നമുക്ക് 2 രീതിയിൽ നമുക്ക് ഇതിനെ പറയാം. വേവ് ലെങ്ത്തിന്റെ ടേമിലും പറയാം, ഫ്രീക്വൻസിയുടെ ടേമിലും പറയാം. അതായത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് ഗാമ റേസിന്ന് റേഡിയോ വേവ്സിലോട്ട് വരുന്തോറും ഇതിന്റെ വേവ് ലെങ്ത് കൂടുതലായിരിക്കും, ഫ്രീക്വൻസി കുറവായിരിക്കും. അതായത് ഗാമ റേസിനാണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി, ഏറ്റവും കുറവ് വേവ് ലെങ്ത്. അതുപോലെ റേഡിയോ വേവ്സിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത്, ഏറ്റവും കുറവ് ഫ്രീക്വൻസി. അപ്പൊ ഇവിടെ ഒരു റിലേഷൻ ഉണ്ട്. ഫ്രീക്വൻസിക്കും വേവ് ലെങ്ത്തിനും എനർജിയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. എന്താ റിലേഷൻ? നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചാണ്. ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഫ്രീക്വൻസി, ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു എച്ച് ന്യൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അതായത് ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ അതിന് എനർജി കൂടുതലായിരിക്കും. വേവ് ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു എനർജി. അതായത് വേവ് ലെങ്ത് കൂടുതലാണെങ്കിൽ അതിന് എനർജി കുറവായിരിക്കും. So this is the relation between frequency, energy and wavelength, right? So ഇവിടെ നോക്കുകയാണെങ്കിൽ അതിന്റെ റേഞ്ച് ആണ്, ഓരോന്നിന്റെ എനർജിയുടെ റേഞ്ച് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ വേവ് ലെങ്ത് ആണെങ്കിൽ നമ്മൾ മീറ്ററിൽ അല്ലെങ്കിൽ നാനോ മീറ്ററിൽ നമ്മൾ പറയും. ഫ്രീക്വൻസിയാണ് നമ്മൾ ഹെർട്സിന്റെ ടേംസിൽ പറയും. ക്ലിയർ? So the electromagnetic spectrum is the range of frequency of electromagnetic radiation and their respective wavelength and photon energy. Clear? സോ ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. സോ ആദ്യം എന്ന് പറയുന്നത് ഗാമ റേസിന് മുമ്പ് നമ്മുടെ കോസ്മിക് റേ ഉണ്ട്. സോ കോസ്മിക് റേനായിരിക്കും ഏറ്റവും കൂടുതൽ എനർജി. ദെൻ നമ്മളെ ഗാമ റേസിനായിരിക്കും അതിന് അടുത്ത എനർജി. ദെൻ എക്സ് റേസിനായിരിക്കും. ദെൻ UV വിസിബിൾ റീജിയൻ, UV റീജിയൻ, വിസിബിൾ റീജിയൻ, ദെൻ IR ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി, ദെൻ മൈക്രോവേവ് റീജിയൻ, ദെൻ റേഡിയോ ഫ്രീക്വൻസി. ഇതാണ് നമ്മളെ വേവ് ലെങ്ത്തിന്റെ ബേസിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത്രമാത്രം ഓർക്കുക. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും എന്ത് കൂടുതലായിരിക്കും, എനർജി വളരെ കുറവായിരിക്കും, വേവ് ലെങ്ത് കൂടുതലായിരിക്കും, ഫ്രീക്വൻസി കുറവായിരിക്കും. ഓക്കെ.
നമ്മൾ ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ഇവിടെ നോക്കുക, ഇതാണ് നമ്മുടെ റേസിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ സൈക്കിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് വരുന്തോറും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വരുന്തോറും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്പർ ഓഫ് ഫ്രീക്വൻസി വളരെ കൂടുതലാണ്. ഇവിടെ കണ്ടില്ലേ, വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ്. അതിൻ്റെ അർത്ഥം ഇവിടെ എന്ത് കൂടുതലായിരിക്കും, എനർജി കൂടുതലായിരിക്കും. പക്ഷെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്തായി, ഫ്രീക്വൻസി കുറഞ്ഞു, വേവ് ലെങ്ത് കൂടി. വേവ് ലെങ്ത് കൂടുമ്പോൾ ഇവിടെ എന്തായിരിക്കും, എനർജി കുറവായിരിക്കും. അതായത് ഈ റേഡിയോ ഫ്രീക്വൻസി ഇത്രയും ഇൻഫ്രാറെഡ് ടു റേഡിയോ വരയ്ക്കും എന്തായിരിക്കും, ഇത് കമ്പാരിറ്റീവ്ലി എനർജി കുറഞ്ഞ റീജിയനാണ്. ഈ റേഡിയേഷൻ എല്ലാം എനർജി കുറഞ്ഞ റേഡിയേഷൻ ആയിരിക്കും. ഈ റേഡിയേഷൻ എല്ലാം എനർജി കൂടിയ റീജിയൻ ആയിരിക്കും. ഷോർട്ടർ വേവ് ലെങ്ത്, ഹയർ ഫ്രീക്വൻസി, ഹയർ എനർജി. ലോവർ വേവ് ലെങ്ത്, ലോവർ ഫ്രീക്വൻസി, ലോവർ എനർജി. സോ വേവ് ലെങ്ത്, ഫ്രീക്വൻസി, എനർജി, ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒരും കൂടി പറയാം. ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ എനർജി കൂടുതലായിരിക്കും, വേവ് ലെങ്ത് കൂടുതലാണെങ്കിൽ എനർജി കുറവായിരിക്കും. ഇപ്പം ഞാൻ ഒരു 3 റേഡിയേഷൻ്റെ എനർജി ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലേ, അതിൻ്റെ സൈക്കിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതിനായിരിക്കും കൂടുതൽ എനർജി ഒന്ന് പറഞ്ഞേ, ഏതിനായിരിക്കും കൂടുതൽ എനർജി? ഇവിടെ നോക്കാം, ഇവിടെ നമ്പർ ഓഫ് സൈക്കിൾ ഏകദേശം 30 to 40 സൈക്കിൾസ് ആർക്കുണ്ട്, നമ്മളെ ഗാമ റേസിനുണ്ട് ഈ ഒരു ഗ്യാപ്പിൽ. സോ ദിസ് ഗാമ റേസ് വിൽ ബി ഹാവിങ് മാക്സിമം എനർജി ബിക്കോസ് ഇറ്റ് ഹാസ് മാക്സിമം ഫ്രീക്വൻസി. അപ്പോൾ ഗാമ റേസിന് എനർജി വളരെ കൂടുതലായിരിക്കും. നമ്മൾ മൈക്രോവേവ് എടുത്താലോ, അതിന് ഏറ്റവും എനർജി കുറവ് ആർക്കായിരിക്കും, നമ്മുടെ മൈക്രോവേവ്സിനായിരിക്കും. കാരണം അതിൽ എന്തേ ഉള്ളൂ, ഒരു സിംഗിൾ സൈക്കിളേ ഉള്ളൂ. അതായത് നമ്പർ ഓഫ് സൈക്കിൾ പെർ സെക്കൻഡ് വളരെ കുറവാണ്, ഫ്രീക്വൻസി കുറവാണ്, വേവ് ലെങ്ത് കൂടുതലാണ്. സോ എനർജി കുറവായിരിക്കും. സോ ദിസ് വൺ ഹാവ് the maximum energy, then second highest energy ultraviolet, third infrared, and last microwave. Clear? Okay. അപ്പോൾ നമ്മൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്, ഒരു റേഡിയേഷനുമായിട്ട്, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് ഒരു മാറ്റർ എന്ന് പറഞ്ഞാൽ മോളിക്യൂളോ ആറ്റമോ എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്ര നേരം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മോളിക്യൂളുമായിട്ട് ഒരു റേഡിയേഷൻ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ആ മോളിക്യൂൾ എന്തെല്ലാം സംഭവിക്കുന്നു, എന്തെല്ലാം സംഭവിക്കാം, അല്ലെങ്കിൽ എന്തെല്ലാം സംഭവിച്ചുകൂടാ, ഇതിനെക്കുറിച്ചെല്ലാമാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. സോ ഒരു മോളിക്യൂളുമായിട്ട് ഒരു റേഡിയേഷൻ ഇന്ററാക്ട് ചെയ്താൽ അവിടെ 3 കാര്യങ്ങൾ നടക്കാം. സോ 3 things can happen. They are absorption, emission, scattering. നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ്. ഒന്നില്ലെങ്കിൽ റേഡിയേഷൻ അബ്സോർബ് ചെയ്യാം, അല്ലെങ്കിൽ റേഡിയേഷനെ എമിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റേഡിയേഷനെ സ്കാറ്റർ ചെയ്യാം. ക്ലിയർ? ഓരോ മോളിക്യൂളും ഓരോ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, ഈ 3 സംഭവിക്കുന്നത്. ചില മോളിക്യൂൾ അബ്സോർബ് ചെയ്യുമായിരിക്കും, ചില മോളിക്യൂൾ എമിറ്റ് ചെയ്യുമായിരിക്കും, ചില മോളിക്യൂൾ സ്കാറ്റർ ചെയ്യുമായിരിക്കും. ഓക്കെ, interaction with matter. So the effect of electromagnetic radiation on interaction with matter depends on energy associated with the radiation. അപ്പോൾ ഓരോ മോളിക്യൂളും എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത് എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്, ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി എനർജി ഓഫ് ദി ഇൻസിഡന്റ് റേഡിയേഷൻ. ആ വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ എനർജീനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുക, അത് ഇന്ററാക്ട് ചെയ്യുക. എനർജി കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും ഇന്ററാക്ട് ചെയ്യുക. ഓക്കെ, സോ നോക്കാം. Very energetic radiation, UV and X-ray, may causes an electron to excite or eject from the molecules. അപ്പോൾ നമ്മളെ UV അല്ലെങ്കിൽ എക്സ്റേ, UVക്കും എക്സ്റേക്കും എങ്ങനെയാണ് എനർജി കൂടുതലാണ് നമ്മൾ നോക്കി അല്ലേ. അപ്പോൾ ഈ UVയോ എക്സ്റേയോ ആണ് ഇന്ററാക്ട് ചെയ്യുന്നതെങ്കിലോ അവിടെ എന്ത് സംഭവിക്കാം, ആ മോളിക്യൂളിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺസ്, മോളിക്യൂളിൻ്റെ അകത്ത് ആരുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട് നമുക്കറിയാം. സോ ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യാം, എജക്ട് ചെയ്ത് പോവാം. അവൻ എജക്ട് ചെയ്ത് എസ്കേപ്പ് ആയി പോവാം ആ മോളിക്യൂളിൽ നിന്ന്. അല്ലെങ്കിലോ ആ മോളിക്യൂൾ ഒരു എനർജി ലെവലിൽ നിന്നും മറ്റൊരു എനർജി ലെവലിലോട്ട് അവൻ എന്ത് ചെയ്യാം, എക്സൈറ്റ് ചെയ്യാം, ട്രാൻസിഷൻ സംഭവിക്കാം. ആര് വന്ന് വീണാലും മാത്രം നമ്മളെ UV അല്ലെങ്കിൽ എക്സ്റേ പോലുള്ള ഹൈ എനർജി വന്ന് ഇൻസിഡന്റ് ചെയ്താൽ മാത്രമേ ഇത് സംഭവിക്കൂ. ഓക്കെ, അത് ഒരു രീതിയിലുള്ള ഇന്ററാക്ഷൻ. ഇനി സപ്പോസ് നമ്മളൊരു മോളിക്യൂൾ എടുക്കുകയാണ്, ആ മോളിക്യൂളിൻ്റെ കൂടെ IR റീജിയനുള്ള നമ്മൾ IR റേഡിയേഷനാണ് ഇന്ററാക്ട് ചെയ്യുന്നതെങ്കിലോ അവിടെ എന്ത് സംഭവിക്കാം, നമുക്കറിയാം IRന്റെ എനർജി എങ്ങനെയാണ്, കുറവല്ലേ, UVനേക്കാളും എക്സ്റേനേക്കാളും കുറവാണ് ആർക്ക്, നമ്മുടെ IRന് എന്ത് എനർജി. അപ്പോൾ അങ്ങനെയുള്ള IR ആണ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നതെങ്കിലോ അവിടെ എന്ത് സംഭവിക്കാം, ആ മോളിക്യൂളിൻ്റെ അകത്തുള്ള വൈബ്രേഷന് കാരണമാവും. അവൻ എന്ത് ചെയ്യുള്ളൂ, ജസ്റ്റ് ആ മോളിക്യൂൾ ഒന്ന് വൈബ്രേറ്റ് ചെയ്ത് വിടുകയുള്ളൂ, വേറെ ഒന്നും ചെയ്യില്ല. കാരണം അതിനുള്ള എനർജി അവനുള്ളൂ. മറ്റവനെ പോലെ ആർക്ക് എനർജി ഇല്ല, നമ്മുടെ IRനില്ല. അവൻ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ മോളിക്യൂൾ ഒന്ന്
വൈബ്രേറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഓരോ റേഡിയേഷനും ഓരോ മോളിക്യൂളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. ക്ലിയർ? ഇപ്പം ഇൻട്രാക്ഷൻ വിത്ത് മാറ്റർ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ ഒന്നും കൂടി ബ്രീഫ് ചെയ്ത് പറയാം. ഇപ്പോൾ ഒരു മോളിക്യൂൾ എടുക്കുകയാണ്, ആ മോളിക്യൂളിലോട്ട് നമ്മൾ എന്തിനെ പാസ് ചെയ്യിക്കുന്നു, നമ്മുടെ UV അല്ലെങ്കിൽ വിസിബിൾ റീജിയനുള്ള റേഡിയേഷൻ നമ്മൾ പാസ് ചെയ്യിക്കുന്ന സമയത്ത് ആ മോളിക്യൂളിൻ്റെ അകത്തുള്ള എന്ത് ചേഞ്ചസ് ഉണ്ടാകും, ആ മോളിക്യൂളിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഒരു എനർജിയിൽ നിന്നും മറ്റു എനർജിയിലോട്ട് എന്ത് ചെയ്യും, അവൻ ട്രാൻസിറ്റ് ചെയ്യും. ആര് വന്ന് ഇൻസിഡൻറ്റ് ചെയ്താൽ മാത്രം, നമ്മളെ UV വിസിബിൾ പോലുള്ള ഹൈ എനർജി റേഡിയേഷൻ ഇൻസിഡൻറ്റ് ചെയ്താൽ മാത്രം. ഇനി അതേസമയം ഒരു മോളിക്യൂൾ എടുക്കുന്നു, ആ മോളിക്യൂളോട്ട് IR നമ്മൾ കടത്തി വിടുകയാണ്, IR റേഡിയേഷനെ കടത്തി വിടുന്ന സമയത്ത് അവൻ എന്ത് സംഭവിക്കും, ആ മോളിക്യൂളിൻ്റെ അകത്ത് ഒന്ന് വൈബ്രേറ്റ് ചെയ്തിടും. ആ മോളിക്യൂളിൻ്റെ അകത്ത് എന്തുണ്ടാവും, ആറ്റംസ് ഉണ്ടാവില്ലേ, ആ ആറ്റംസിലേക്ക് എന്ത് ചെയ്യും, ഇവനൊന്ന് വൈബ്രേറ്റ് ചെയ്യിക്കും. അത്രേ ആര് ചെയ്യുള്ളൂ, നമ്മുടെ ഇൻഫ്രാറെഡ് റേഡിയേഷനെ ചെയ്യുള്ളൂ. കാരണം അത്രയ്ക്ക് എനർജിയേ ഉള്ളൂ. ഇലക്ട്രോണിനെ എജക്റ്റ് ചെയ്ത് കളയാൻ മാത്രമുള്ള എനർജി ആർക്കില്ല, നമ്മുടെ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഇല്ല. പ്ലസ് നമ്മൾ മൈക്രോവേവ് റീജിയനാണ് എടുക്കുന്നതെങ്കിൽ, അതായത് ഒരു മോളിക്യൂളോട്ട് മൈക്രോവേവിനെയാണ് നമ്മൾ പാസ് ചെയ്യുമെങ്കിൽ, ആ റേഡിയേഷനാണ് പാസ് ചെയ്യുമെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കും, ആ മോളിക്യൂളിൻ്റെ അകത്തുള്ള ആറ്റംസോ അല്ലെങ്കിൽ ആ മോളിക്യൂൾ എന്ത് ചെയ്യും, ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. ആ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാനുള്ള കഴിവ് മാത്രമേ, എനർജി മാത്രമേ ആർക്കുള്ളൂ, നമ്മുടെ മൈക്രോവേവിനുള്ളൂ. അവൻ എന്ത് ചെയ്യില്ല, ഇലക്ട്രോണിനെ ട്രാൻസിറ്റ് ചെയ്യാനോ എജക്റ്റ് ചെയ്യാനോ സാധിക്കില്ല. അതുപോലെ തന്നെ മോളിക്യൂളിനെ വൈബ്രേറ്റ് ചെയ്യാൻ ആർക്ക് കഴിയില്ല, നമ്മുടെ മൈക്രോവേവിന് കഴിയില്ല. അവൻ ജസ്റ്റ് ഒന്ന് മോളിക്യൂളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വിടുക മാത്രമേ ചെയ്യൂ. സോ ദാറ്റ് ഈസ് മൈക്രോവേവ് റേഡിയേഷൻ. ഇനി ടൈപ്സ് ഓഫ് സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ നമ്മൾ 3 പറഞ്ഞു, അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു, സ്കാറ്ററിംഗ് പറഞ്ഞു, അല്ലെങ്കിൽ എമിഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്പെക്ട്രോസ്കോപ്പിയെ നമ്മൾ എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. 3 നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. സ്പെക്ട്രോസ്കോപ്പി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി, സ്കാറ്ററിംഗ് സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ദ തേർഡ് വൺ ഈസ് എമിഷൻ സ്പെക്ട്രോസ്കോപ്പി. സോ എന്താണ് ഈ 3 സ്പെക്ട്രോസ്കോപ്പി എന്നുള്ളത് നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി. ഇത്രയേ ഉള്ളൂ കാര്യം. ഒരു മോളിക്യൂൾ എടുക്കുകയാണ്, ആ മോളിക്യൂളിലോട്ട് നമ്മൾ റേഡിയേഷനെ പാസ് ചെയ്യുകയാണ്. പാസ് ചെയ്യുന്ന സമയത്ത് ആ മോളിക്യൂൾസ് ആ റേഡിയേഷനെ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കിട്ടുന്ന സ്പെക്ട്രയാണ് നമുക്ക് പറയുക അബ്സോർപ്ഷൻ സ്പെക്ട്ര അല്ലെങ്കിൽ അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. നോക്കാം എന്താ സംഭവം എന്ന്. അപ്പോൾ നമ്മളൊരു മോളിക്യൂൾ ഉണ്ട്, ഓക്കെ. ആ മോളിക്യൂളിൽ നമുക്കറിയാം ഡിഫറെൻറ്റ് എനർജി ലെവൽ ഉണ്ടാകും. ഒരു മോളിക്യൂൾ, ഏതൊരു മോളിക്യൂൾ എടുത്താലും ആ മോളിക്യൂളിൻ്റെ അകത്ത് എന്തുണ്ടാവും, ഡിഫറെൻറ്റ് എനർജി ലെവൽ ഉണ്ടാവും. ഏതൊക്കെ എനർജി ലെവലാണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെക്കുക. ഒരു മോളിക്യൂളിൻ്റെ അകത്ത് കുറേ എനർജി ലെവൽ ഉണ്ടാവും, ലോവർ എനർജി ലെവലും ഹയർ എനർജി ലെവലും ഉണ്ടാവും, നമുക്കറിയാം. അപ്പോൾ ഇതൊരു മോളിക്യൂൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ആ മോളിക്യൂളിൻ്റെ അകത്ത് ലോവർ എനർജി ലെവലുണ്ട്, ഒരു ഹയർ എനർജി ലെവലുണ്ട്. ലോവർ എനർജി ലെവലിനെ നമ്മൾ E1 എന്നുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം, ഹയർ എനർജി ലെവലിനെ E2 എന്നുകൊണ്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ ലോവർ എനർജി ലെവലിൽ നമ്മുടെ ആര് കിടക്കുന്നുണ്ട്, നമ്മളെ ഇലക്ട്രോൺസ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ മോളിക്യൂളിലോട്ടാണ് നമ്മൾ എന്തിനെ പാസ് ചെയ്യിക്കുന്നത്, ഒരു റേഡിയേഷനെ പാസ് ചെയ്യിപ്പിക്കുന്നത്. എന്ത് റേഡിയേഷൻ, നമ്മുടെ UV വിസിബിൾ റേഡിയേഷൻ. നമ്മൾ നേരത്തെ നോക്കി, UV വിസിബിൾ റേഡിയേഷൻ നമ്മൾ പാസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് ഈ ലോവർ എനർജി ലെവലിൽ കിടക്കുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഈ എനർജീനെ അബ്സോർബ് ചെയ്തുകൊണ്ട് അവനെന്ത് ചെയ്യും, ഹയർ എനർജി ലെവലിലോട്ട് പോകും. വരുന്ന റേഡിയേഷൻ എന്ത് ചെയ്യുന്നു, അബ്സോർപ്ഷൻ നടന്നിട്ട് അവൻ എന്ത് ചെയ്യും, ലോവർ എനർജി ലെവലിൽ നിന്നും ഹയർ എനർജി ലെവലിലോട്ട് അവൻ എന്ത് ചെയ്യും, ട്രാൻസിഷൻ സംഭവിക്കും, അല്ലെങ്കിൽ എക്സൈറ്റേഷൻ സംഭവിക്കും. അപ്പം ഇങ്ങനെ കിട്ടുന്ന സ്പെക്ട്രയാണ് നമ്മൾ എന്താ പറയുക, അബ്സോർപ്ഷൻ സ്പെക്ട്ര എന്ന് നമ്മൾ പറയുന്നത്. ദിസ് ഇസ് നോൺ ആസ് അബ്സോർപ്ഷൻ സ്പെക്ട്ര. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ അബ്സോർപ്ഷൻ സ്പെക്ട്രയോടെ നമുക്ക് നിർത്താം. ബാക്കിയുള്ള ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഗോ ത്രൂ ചെയ്യുക. ഈ വീഡിയോസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഗോ ത്രൂ ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് അസൈൻമെൻറ്റ്സ്, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഞാൻ പോസ്റ്റ് ചെയ്യും. സോ ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ, എനി ഫർദർ ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ any doubts you can post in the classroom so that I can rectify all those questions in the next video. So no problem. So next class varakum kanam. So okay, then bye.